ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. പച്ചമുളക് ഭ്രാന്ത് പിടിച്ചതുപോലെ കായ്ക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനൊരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലരും പച്ചമുളക് കായ്ക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ കഴിയുമ്പോൾ അതൊന്ന് മുരടിച്ച് വരാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു റെമഡി നമ്മളൊന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിറയെ പച്ചമുളക് ഉണ്ടാകും. ഇതിനായിട്ട് ഒരു ചെറിയ കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. തൂക്കം പറയാനാണെങ്കിൽ ഒരു 80 ഗ്രാം നമ്മൾ തൂക്കം എടുത്തിരിക്കുകയാണ് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കല്ല് കൊണ്ടൊന്ന് ചതച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഈ 80 ഗ്രാം ശർക്കര 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് ഇവിടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കുറച്ച് വിളവൊക്കെ കഴിഞ്ഞ് കായ്കളൊക്കെ കുറഞ്ഞു നിൽക്കുന്ന പച്ചമുളക് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനിത് ഉപയോഗിക്കാവുന്നതാണ്. പൂക്കളൊക്കെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് സ്പ്രേ ചെയ്യേണ്ടത് ചെടിയുടെ മുകൾ മാത്രമല്ല, അടിയിൽ കൂടി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുരടിച്ച് നിൽക്കുന്ന കമ്പുകളും ഇലകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കായ്കൾ കുറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് 10 ദിവസത്തിലൊരിക്കൽ ഇതേപോലെ തന്നെ തളിച്ചു കൊടുക്കാം. പച്ചമുളക് നിറയെ ഉണ്ടാകും. എല്ലാ പൂക്കളും നമുക്ക് കായ്കളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇങ്ങനെ നമ്മൾ ശർക്കര വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ലേ എന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ചെയ്തോളൂ. മഴക്കാലം ഒഴികെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെടികളുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പുതയിടുമ്പോൾ നമുക്ക് പല ഗുണങ്ങളാണ് കേട്ടോ കിട്ടുന്നത്. അന്തരീക്ഷത്തിലെ തണുപ്പ് നിലനിൽക്കാനായിട്ടും ഇവിടെ ചെടികളുടെ ചുറ്റും പുതയിടുന്നതിലൂടെ സാധിക്കും. സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ സൂക്ഷ്മാണുക്കളൊക്കെ അതിശക്തമായ വെയിലിൽ അതൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു സംരക്ഷണം കിട്ടും. കരിയിലകൾ അല്ലെങ്കിൽ പച്ചിലകൾ കൊണ്ട് നമുക്ക് പുതയിടാൻ സാധിക്കും. പച്ചിലകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ പുതയിടുക. പച്ചിലകളിൽ നിന്ന് നമുക്ക് 70% മൂലകങ്ങൾ നമ്മുടെ ചെടികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉണക്ക ഇലയാണെങ്കിൽ അത്രയും നമുക്ക് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഉള്ളതനുസരിച്ച് നമ്മൾ ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ശീമക്കൊന്ന ഇല, ആര്യവേപ്പിൻ്റെ ഇല, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചൂടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ ഇല കൊണ്ട് പുതയിടുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി ഗുണം കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ പച്ചമുളകൊക്കെ നിറയെ കായ്ക്കാനായിട്ട് അത് സഹായിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ശീമക്കൊന്നയിലൊക്കെ നടുമ്പോൾ കുറച്ച് അകത്തി നമ്മുടെ അടുത്ത് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നടാതെ കുറച്ചൊന്ന് മാറ്റി നടുക. വേലിയുടെ വല്ല അതിരിനൊക്കെ കൊണ്ട് നടുക എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. കാര്യം ആ പറമ്പിലുള്ള വളം മുഴുവനും വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം ശീമക്കൊന്ന വേലിക്ക് കുറ്റിയായിട്ടിടുന്ന സംഭവമായിരുന്നു. ശീമക്കൊന്നയുടെ ഇലകളും അതുപോലെ തണ്ടുകളും ഒക്കെ ചാണകം ചേർത്ത് പുളിപ്പിച്ച് കഴിഞ്ഞാൽ മികച്ചൊരു ജൈവവളമാണ്. അതുപോലെ തന്നെ ഒരു ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കേട്ടോ. നമുക്കറിയാം കാട്ടിലൊക്കെ പ്രകൃതിയാണ് പുതയിടൽ ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് നനച്ചു കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇത് നന്നായിട്ട് അവിടുത്തെ ചെടികളും മരങ്ങളും ഒക്കെ നന്നായിട്ട് വളരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് നനയുടെ ആവശ്യമേ വരുന്നില്ല. അത്രയും ഗുണമാണ് പുതയിടലിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൃഷി അറിവുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. നമ്മൾ ശീമക്കൊന്നയിലെക്കുറിച്ചും അതുപോലെ തന്നെ പച്ചമുളക് കായ്ക്കാനായിട്ട് നിങ്ങൾ ചെയ്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതെല്ലാവർക്കും അതൊരു പുതിയൊരു അറിവായിരിക്കും. കണ്ടോ, നിറയെ മുളക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലരും പറയുന്ന ഒരു പരാതിയാണ് മുളക് പൂക്കൾ ഉണ്ടാകുന്നു, കായ്കൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത്, പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ കുലുക്കി കൊടുക്കുക. മുളക് കൃഷിയിലെ മറ്റൊരു പ്രധാന വില്ലനാണ് വാട്ടരോഗം. വാട്ടരോഗം തടയാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുളക് നടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മണ്ണിൽ നന്നായിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ചേർക്കേണ്ടത് ആവശ്യമാണ്. അത് അങ്ങനെ ചേർത്ത് മണ്ണൊരുക്കിയാണ് നമ്മൾ മുളക് തൈ നടുന്നതെങ്കിൽ വാട്ടരോഗത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം മുളകും വഴുതനയും തക്കാളിയൊക്കെ വാടി പോകുന്നതായിട്ട് പലരും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ രക്ഷിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മൾ മുളക് വിത്ത് പാകി നമ്മൾ പറിച്ച് നടുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈകൾ തന്നെ കൊണ്ടുവന്ന് നടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പരിപാലിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ മുളക് ചെടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ, നമ്മുടെ വളവും കഷ്ടപ്പാടും ഒക്കെ വെറുതെ ആകും. അപ്പോൾ ആരോഗ്യമുള്ള ചെടിയെ മാത്രമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് വേണം പറിച്ച് നടാനായിട്ട്. പിന്നെ മുളക് ചെടി കരുത്തോടെ വളരാനായിട്ട് ഇതിൻ്റെ താഴത്തെ ഇലകളൊക്കെ നമ്മളൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കുക. അപ്പോൾ മുകളിലെ ഇലകൾക്കും അതുപോലെ തന്നെ കൂടുതൽ കായ്കൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. വെള്ളീച്ചയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് താഴത്തെ ഇലകളിലാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട്
ഈ താഴത്തെ വലിയ ഇലകളൊക്കെ ഒന്ന് പറിച്ച് കളയുക. അപ്പോൾ അങ്ങനെ പറിച്ച് കളയുന്നത് മൂലം നമ്മുടെ ചെടിക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല. അത് നന്നായിട്ട് വളരാൻ സഹായിക്കും. അതുപോലെ കായ്കളും കിട്ടും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കശുമാവിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കശുവണ്ടിയൊക്കെ ഞങ്ങൾ കുറച്ച് ചുട്ടൊക്കെ എടുത്തു കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ പലരും കമൻസിലൂടെ പറഞ്ഞൊരു കാര്യമാണ് കശുമാവ് കായ്ക്കുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ എല്ലാ നഴ്സറികളിലും തന്നെ ലഭ്യമാണ്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൂക്കളുണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന കമ്പ് ഓൾറെഡി പൂത്തതും കായ്ച്ചതും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് വളരാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം മാത്രമേ അതിനെ കായ്കളാവാനായിട്ട് അനുവദിക്കാവുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടും. അതിനുശേഷം ഇത് വളരാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ നിറയെ കായ്കളും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ, മുളക് കൃഷിയെക്കുറിച്ചുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.